പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ സഹായക വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിൻ്റെ 1ാം ഭാഗം ചർച്ച ചെയ്തു. ഇന്ന് വക്ത് ഖോനെ കാ നഹി എന്ന നമ്മുടെ ആദ്യ പാഠത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. സർഗർമി നോക്കൂ. ബച്ചോ, ഖേൽ സബ്കോ പസന്ത് ഹെ. ഖേൽ സബ്കോ പസന്ത് ഹെ. കളി എല്ലാവർക്കും ഇഷ്ടമാണ്. ഖേൽ എന്ന് പറഞ്ഞാൽ കളി. സബ്കോ പസന്ത് ഹെ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഖേൽ സെ സിഹത് ബഡ് ജാത്തി ഹെ. ഖേൽ സെ സിഹത് ബഡ് ജാത്തി ഹെ. കളി കൊണ്ട് ആരോഗ്യം വർദ്ധിക്കുന്നു. അർത്ഥം, കളി കൊണ്ട് ആരോഗ്യം വർദ്ധിക്കുന്നു. ഖേൽ കെ ബാരെ മേ ചന്ദ് അൽഫാസ് ലിഖിയേ और उनकी मदद से जुमले बनाइए. കളിയെക്കുറിച്ച് ചില പദങ്ങൾ എഴുതുക. അവയുടെ സഹായത്തോടു കൂടി സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇതാണ് പ്രവർത്തനം. ഇവിടെ താഴെ എന്തുണ്ട്? താഴെ ഒരു പദസൂര്യൻ നൽകിയിട്ടുണ്ട്. ഈ പദസൂര്യൻ എന്തിനെ കുറിച്ചാണ്? ഖേലിനെ കുറിച്ചാണ്. ഖേൽ എന്നതിനെക്കുറിച്ചുള്ള പദസൂര്യൻ. ഇവിടെ 2 പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഖിലാടി, ബല്ല എന്നിങ്ങനെ 2 പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിന് സഹായകമായ രീതിയിലുള്ള ചില പദങ്ങൾ കൂടി ഇവിടെ എഴുതി ആ പദങ്ങളുടെ സഹായത്തോടു കൂടി എന്ത് എഴുതണം? സെൻറ്റൻസുകൾ എഴുതണം. ഓക്കെ. അപ്പോൾ സെൻറ്റൻസ് എഴുതാനുള്ള സ്പേസ് ഇവിടെ താഴെ ഉണ്ട് അല്ലേ? ഇവിടെ ഖേൽ സബ്കോ പസന്ത് ഹെ, ഖേൽ സെ സിഹത്ത് ബഡ് ജാത്തി ഹെ. ഖേൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പസന്ത് എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അതുപോലെ 2ാമത്തെ വരി ഖേൽ സെ സിഹത്ത് ബഡ് ജാത്തി ഹെ. സിഹത്ത്, ആരോഗ്യം. എല്ലാ കളിക്കുന്നുണ്ട്. എല്ലാ കളി കളിച്ചാലും എന്താണ്? ആരോഗ്യം വർദ്ധിക്കും അല്ലേ? ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ സിഹത്ത് എന്നതും ഇവിടെ ഒരു പദമായിട്ട്, കളിയുമായി ബന്ധപ്പെട്ട ഒരു പദമായിട്ട് എഴുതാം. ഇനി അതല്ലാതെ എന്തൊക്കെ എഴുതാൻ പറ്റും? ഓക്കെ. ബല്ല എന്നുള്ളത് ബാറ്റാണ്. ബല്ല എന്ന് പറഞ്ഞാൽ ബാറ്റാണ്. അപ്പോൾ ബാറ്റ് പോലെ കളി ഉപകരണങ്ങൾ എഴുതാം. ഏതൊക്കെ? ഗേന്ത്, വിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ എഴുതാം. അതുപോലെ കളികളുടെ പേര് എഴുതാം. ഫുട്ബോൾ അല്ലേ, ക്രിക്കറ്റ്, ഹോക്കി എന്നിങ്ങനെ കളികളുടെ പേര് എഴുതാം. കളി എവിടെ കളിക്കുക? മൈദാൻ അല്ലേ? മൈദാൻ, മൈദാൻ എന്നും എഴുതാം. ഇങ്ങനെ കളിയുമായി ബന്ധപ്പെട്ട ഓരോ പദങ്ങളാണ് എഴുതേണ്ടത്. പദങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പദങ്ങളുടെ സഹായത്തോടു കൂടി ചില സെൻറ്റൻസ് നമ്മൾ എഴുതേണ്ടതുണ്ട്. സെൻറ്റൻസ് എഴുതാനാണ് ഇവിടെയുള്ള ഈ സ്പേസ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം തരുന്ന സമയത്ത്, ചോദ്യപേപ്പറിലൊക്കെ ഇതുപോലെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ചോദ്യം തരുമ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ എന്തുണ്ടാവും? സെൻറ്റൻസുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖേൽ സബ്കോ പസന്ത് ഹെ ഒരു സെൻറ്റൻസാണ്. ഖേൽ സബ്കോ പസന്ത് ഹെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഖേൽ സബ്കോ പസന്ത് ഹെ. വേറൊരു സെൻറ്റൻസ് കൂടി ഉണ്ടല്ലോ അവിടെ. എന്താണ്? ഖേൽ സെ സിഹത്ത് ബഡ് ജാത്തി ഹെ. ഖേൽ സെ സിഹത്ത് ബഡ് ജാത്തി ഹെ. ഖേൽ കൊണ്ട് ആരോഗ്യം വർദ്ധിക്കുന്നു. അടുത്ത വരിയായിട്ട് എഴുതാം. ഇനി നമ്മൾ ഇവിടെ എഴുതിയ ഓരോ പദങ്ങൾ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ബല്ലേ സെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ബല്ലേ സെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ബच्चे मैदान में फुटबॉल खेलते हैं. बच्चे मैदान में फुटबॉल खेलते हैं. फुटबॉल के टीम में 11 खिलाड़ियाँ हैं. फुटबॉल के खेल में 11 खिलाड़ियाँ हैं. ഇതുപോലെ എഴുതുക. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം देखिए സർഗർമി. അതിലെ അടുത്തൊരു സർഗർമി രാകേഷ് ബേട്ടെ. രാകേഷ് ബേട്ടെ, മോനെ രാകേഷേ,
കൽ ഖാലാജാൻ കി ബേട്ടി കി ഷാദി ഹെ. നാളെ ഖാലാജാൻ്റെ മകളുടെ വിവാഹമാണ്. നാളെ ഖാലാജാൻ്റെ മകളുടെ വിവാഹമാണ്. ഹം സബ് മിൽക്കർ ജായേഗെ. എന്താണ്? ഹം സബ് മിൽക്കർ ജായേഗെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. ദാദി മാനെ കഹ. ദാദി മാനെ കഹ. ദാദിമാ പറഞ്ഞു. യേ സുൻകർ രാകേഷ് ദാദിമാ സെ ബാത്തേം കർനെ ലഗ. ഇത് കേട്ടപ്പോൾ രാകേഷ് ദാദിമായോട് സംസാരിക്കാൻ തുടങ്ങി. ബച്ചോ ദാദിമാ और രാകേഷ് की गुफ्तगू तैयार कीजिए. ദാദിമായും രാകേഷും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പ്രവർത്തനം. രാകേഷ് ദാദിമാൻ തമ്മിലുള്ള സംഭാഷണത്തിൽ ചില ചോദ്യം തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് രണ്ട് ചോദ്യം തന്നിട്ടുണ്ട്, കണ്ടില്ലേ? എന്താണ് ചോദ്യം നോക്കൂ. കൽ കബ് ജായേഗെ ദാദിമാ. കൽ കബ് ജായേഗെ ദാദിമാ. ആരാ ചോദിക്കണേ? രാകേഷ് ദാദിമായോട് ചോദിക്കാണ്. കൽ കബ് ജായേഗെ. കൽ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് അർത്ഥം. കബ് ജായേഗെ ദാദിമാ. ദാദിമാവിനെ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് കൽ കബ് ജായേഗെ. ഓക്കെ. അപ്പോൾ സംഭാഷണം എഴുതുന്ന സമയത്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പേരൊക്കെ ഒരുപോലെ, അത് കഴിഞ്ഞിട്ടുള്ള കോളങ്ങൾ മുഴുവനും ഒരുപോലെ അല്ലേ? നോക്കൂ, ഈ കോളംസ് മുഴുവൻ അതുപോലെ ഒരു സ്പേസ് ഇട്ടിട്ട് എഴുതാനുള്ളവ മുഴുവനും ഒരുപോലെ ഈ രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ? ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യമാണെങ്കിൽ ചോദ്യചിഹ്നം ഇടണം, ഉത്തരമാണെങ്കിൽ അവസാനം ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ രീതിയിൽ നന്നായി എഴുതിയാൽ പെട്ടെന്ന് നല്ല മാർക്കൊക്കെ പരീക്ഷയ്ക്ക് കിട്ടും കേട്ടോ. വർക്ക്ഷീറ്റും മനോഹരമായിട്ട് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ. ഇനി ചോദ്യം നോക്കാം നമുക്ക്. കൽ കബ് ജായേഗെ ദാദിമാം. നാളെ എപ്പോഴാണ് പോകുന്നത് ദാദിമാം? അപ്പോൾ കബ് എന്നതാണ് ചോദ്യത്തിന് ഉപയോഗിച്ച പദം. കബ് എന്നതാണ് ചോദ്യത്തിന് ഉപയോഗിച്ച പദം. ഇവിടെ കബ് എന്നതിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? ഉത്തരം എഴുതുക. കബ് എന്നതിന് പകരം എന്ത് എഴുതാം? സുബ എന്ന് എഴുതാം. നാളെ രാവിലെ പോകാം അല്ലേ? കൽ സുബ ജായേഗെ. ഉത്തരം ശരിയായി. ദാദിമാ പറയാണ് കൽ സുബ ജായേഗെ. ഇനി സുബ എന്നതിന് പകരം കൃത്യമായ ഒരു സമയം പറയാം. കൽ 10 ബജെ ജായേഗെ. നാളെ 10 മണിക്ക് പോവാം. കൽ 6 ബജെ ജായേഗെ. നാളെ രാവിലെ 6 മണിക്ക് തന്നെ പോവാം. ഇങ്ങനെ കൃത്യമായ സമയം വെച്ചിട്ടും അത് എഴുതാം. ഇനി അടുത്തത് ഹം കൈസെ ജായേഗെ ദാദിമാ. നമ്മൾ എങ്ങനെ പോകും ദാദിമാ? അടുത്ത ചോദ്യം ഹം കൈസെ ജായേഗെ എന്നതാണ്. ഇവിടെ കൈസെ എന്നതാണ് ചോദ്യത്തിന് ഉപയോഗിച്ച പദം. ഈ കൈസെ എന്നതിന് പകരം എന്ത് ചെയ്യുക? എങ്ങനെ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഉത്തരം എഴുതണം. അപ്പോൾ കാർമേ അല്ലേ? കാറിൽ പോവാം. കാർമേ ജായേഗെ. ബസ് മേ ജായേഗെ. ബസ്സിൽ പോവാം അല്ലേ? റിക്ഷാമേ ജായേഗെ അല്ലെ? റിക്ഷയിൽ പോവാം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇനി അങ്ങോട്ട് രാകേഷ് ദാദിമ എന്നുള്ളവയ്ക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരം എഴുതാനുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹം കിസ്കെ സാത്ത് ജായേഗെ. ആരുടെ കൂടെ പോകും? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഷാദി ഘർമേ കോൻ കോൻ ആയേഗെ. ഷാദി ഘർമേ കോൻ കോൻ ആയേഗെ. കല്യാണ വീട്ടിൽ ആരൊക്കെയാണ് വരിക അല്ലേ? ചോദിച്ചൂടെ? ഷാദി ഘർമേ കോൻ കോൻ ആയേഗെ. അതിൻ്റെ ഉത്തരം നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുമുണ്ട് അല്ലേ? രാകേഷ് പറയുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? സബ് റിഷ്തേദാർ ആയേഗെ. എല്ലാ ബന്ധുക്കളും വരും. സബ് റിഷ്തേദാർ ആയേഗെ. എല്ലാ ബന്ധുക്കളും വരും. പിന്നീട് ചോദിക്കാം എന്ത്? കബ് വാപ്പസ് ആയേഗെ. എപ്പോഴാണ് തിരിച്ചു വരിക? കബ് വാപ്പസ് ആയേഗെ. എപ്പോഴാണ് തിരിച്ചു വരിക? അപ്പോൾ നമുക്ക് മറുപടി എന്താണ്? കബ് വാപ്പസ് ആയേഗെ. തിരിച്ച് ഷാം കോ വാപ്പസ് ആയേഗെ. ഷാം കോ വാപ്പസ് ആയേഗെ. ഇങ്ങനെ മനോഹരമായി ചെറിയ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ ഭംഗിയായി എഴുതണം. ഓക്കെ, തയ്യാറല്ലേ? ജി ഹാ.
അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് മനസ്സിലായി, അർത്ഥങ്ങളൊക്കെ മനസ്സിലായി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻസിലൂടെ അറിയിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ജി, ശുക്രിയ, ഖുദാ ഹാഫിസ്.